കാരണം വിദ്യാഭ്യാസ മീറ്ററുകളിലെല്ലാം വലിയ നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. എന്നാൽ കേരള സർവകലാശാലയിലെ MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ നടന്നത് ഗുരുതര വീഴ്ചയാണ്. മാത്രമല്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിനും മേഖലയ്ക്കും വലിയ രീതിയിലുള്ള അപമാനവുമാണ്. അതീവ ദുരൂഹമാണ് കാര്യങ്ങൾ. ബൈക്കിൽ പോകുമ്പോൾ ഉത്തരക്കടലാസുകൾ നഷ്ടമായെന്നാണ് അധ്യാപകന്റെ വിശദീകരണം. പാലക്കാട് നിന്നുള്ള യാത്രക്കിടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായെന്നും മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകൻ സർവകലാശാല അധികൃതരെ അറിയിച്ചു. അധ്യാപകനെതിരെ നടപടിയെടുക്കാനാണ് സർവകലാശാലയുടെ തീരുമാനം. 2022-2024 അധ്യയന വർഷത്തിലെ MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് കാണാതായത്. 8 മാസത്തോളമായി പരീക്ഷാഫലം കാത്തിരിക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കി സർവകലാശാലയുടെ പുനഃപരീക്ഷാ നിർദ്ദേശം എത്തുന്നത്. ഉത്തരക്കടലാസ് അലക്ഷ്യമായി കൊണ്ടുപോയതടക്കം ഞെട്ടലായി. സംഭവത്തിൽ വൈസ് ചാൻസലർ രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടും. അതേസമയം അധ്യാപകന്റെ വീഴ്ച ആദ്യം മൂടിവെക്കാനാണ് സർവകലാശാല ശ്രമിച്ചത്. ഉത്തരക്കടലാസ് കാണാതായതിന്റെ കാരണം ആദ്യം പറയാതെ പുനഃപരീക്ഷ പ്രഖ്യാപിച്ച് പ്രശ്നമൊതുക്കാനായിരുന്നു സർവകലാശാലയുടെ ശ്രമം. എന്നാൽ സംഭവം വാർത്തയായതോടെയാണ് സർവകലാശാല നടപടിയുമായി മുന്നോട്ടു പോകുന്നത്. മൂല്യനിർണ്ണയത്തിനായി കൊടുത്തയച്ച ഉത്തരക്കടലാസുകൾ അധ്യാപകന്റെ പക്കൽ നിന്നാണ് നഷ്ടപ്പെട്ടതെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. VC അടിയന്തര യോഗവും വിളിച്ചു. KSU പരാതിയും കൊടുത്തു. മൂല്യനിർണ്ണയം പൂർത്തിയാകാത്തതിനാൽ കോഴ്സ് പൂർത്തിയായിട്ടും ഫലപ്രഖ്യാപനം നടത്താനായില്ല. 3ാം സെമസ്റ്റർ മുതലുള്ള പരീക്ഷാ ഫലമാണ് പുറത്തുവിടാനുള്ളത്. അതിനിടെയാണ് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ആശങ്കയായി പരീക്ഷാ പേപ്പറുകൾ കാണാതായെന്ന സർവകലാശാല അധികൃതരുടെ അറിയിപ്പ് ലഭിച്ചത്. 3ാം സെമസ്റ്ററിലെ പേപ്പറായ പ്രോജക്ട് ഫിനാൻസ് എന്ന പേപ്പർ കാണാതായിരിക്കുന്നതായാണ് അറിയിപ്പ്. ഈ വിദ്യാർത്ഥികൾ പുനഃപരീക്ഷ എഴുതണമെന്നാണ് സർവകലാശാലയുടെ നിർദ്ദേശം. പരീക്ഷാഫലം വൈകുന്നതിന്റെ കാരണം സർവകലാശാല വിശദീകരിച്ചിരുന്നില്ല. ഏപ്രിൽ 7-ന് വീണ്ടും പരീക്ഷ നടത്തുന്നുവെന്ന് കാണിച്ച് വെള്ളിയാഴ്ച ഉച്ചയോടെ വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിച്ചു. എന്നാൽ വീണ്ടും പരീക്ഷ നടത്തിയാൽ ഫലം വരാൻ ഇനിയും കാലതാമസം വരുമെന്നും അത് ഇപ്പോഴുള്ള സ്ഥിതിയെ കൂടുതൽ വഷളാക്കുമെന്നും വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞു. പരീക്ഷാഫലം വൈകുന്നതോടെ അഭിമുഖം പാസ്സാക്കുന്ന കുട്ടികൾക്ക് പോലും ജോലിക്ക് പ്രവേശിക്കാനാവുന്നില്ലാത്ത സാഹചര്യമുണ്ട്. സർട്ടിഫിക്കറ്റോ പരീക്ഷാഫലമോ ഹാജരാക്കേണ്ട സാഹചര്യം വരുന്നതോടെ വിദ്യാർത്ഥികൾക്ക് ജോലിക്കുള്ള അവസരം നഷ്ടമാവുകയാണ്. എന്നാൽ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഫലം വന്നതായാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്നാൽ പരീക്ഷാ പേപ്പർ കാണാതായത് യൂണിവേഴ്സിറ്റിയുടെ അനാസ്ഥയാണെന്നാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്. 2024 മെയ്യിൽ നടന്ന അവസാന സെമസ്റ്റർ പ്രൊജക്ട് ഫിനാൻസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത്. സർവകലാശാലയ്ക്ക് കീഴിലുള്ള 5 കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണിവ. സംഭവം വാർത്തയായതോടെയാണ് പാലക്കാട് സ്വദേശിയായ അധ്യാപകനെതിരെ സർവകലാശാല നടപടിയുമായി മുന്നോട്ടു പോകുന്നത്. മൂല്യനിർണ്ണയം പൂർത്തിയാക്കാത്തതിനാൽ കോഴ്സ് പൂർത്തിയായിട്ടും ഫലപ്രഖ്യാപനം നടത്താനായിട്ടില്ല. പരീക്ഷ കഴിഞ്ഞിട്ട് 10 മാസം കഴിഞ്ഞിട്ടും ഉത്തരക്കടലാസിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഉത്തരക്കടലാസ് നഷ്ടമായതോടെ ഫലപ്രഖ്യാപനവും നടത്തിയില്ല. എന്തായാലും പകരം പരീക്ഷ എഴുതാൻ നിർവാഹമില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. പരീക്ഷ എഴുതിയ കുട്ടികളിൽ പലരും ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയി. ജോലി തേടിയിറങ്ങിയവർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാത്തതിനാൽ ദുരിതത്തിലായി. വിദേശത്ത് പോയവർ അടക്കം വലിയ പ്രതിസന്ധികളിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്. ഉത്തരക്കടലാസ് നഷ്ടമായതോടെ പകരമായി വിദ്യാർത്ഥികളോട് ഒരു സ്പെഷ്യൽ പരീക്ഷ എഴുതാൻ സർവകലാശാല ആവശ്യപ്പെടുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇമെയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു. ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് പരീക്ഷ നടക്കുക. രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് പരീക്ഷ. തുടർന്ന് പരീക്ഷാഫലത്തെക്കുറിച്ച് അന്വേഷിച്ച് പലരും സർവകലാശാലയിൽ പോയപ്പോൾ അധ്യാപകന്റെ കയ്യിൽ നിന്നും പേപ്പർ മിസ്സായി എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്.